പൊന്നച്ചൻ തങ്കപ്പെട്ട ആളാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ജീവിതം അങ്ങനെ സന്തോഷമായിട്ട് പോകണം. അതാണ് പൊന്നച്ചൻ്റെ ഒരു രീതി. പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വൈഫൈ ഉള്ളപ്പോൾ മാത്രം. ഒരു ദാനം ചോദിച്ചാലോ ശമ്പളം കൂട്ടടെ അപ്പോൾ നോക്കാം എന്നായിരിക്കും. ഇനി ഒരു സഹായം ചോദിച്ചാലോ അല്പം ബിസിയാണ്, നമുക്ക് സമയമുള്ളപ്പോൾ നോക്കാം. ഇതാണ് പൊന്നച്ചൻ്റെ ഒരു രീതി. പെട്ടെന്ന് പൊന്നച്ചൻ ഒരു ദിവസം അങ്ങ് മരിച്ചുപോയി. കണ്ണു തുറന്നപ്പോൾ വിശാലമായ ഒരു സ്ഥലത്തിരിക്കുകയാണ് പൊന്നച്ചൻ. മൊബൈലിലാണെങ്കിൽ നെറ്റും കിട്ടുന്നില്ല. എവിടെയാണ് സ്ഥലമെന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത ആളോട് ചോദിച്ചു, ഇത് എവിടെയാണ്? അയാൾ പറഞ്ഞു, ഇത് സ്വർഗത്തിലേക്കുള്ള വെയിറ്റിംഗ് റൂമാണ്. കുറെ കഴിഞ്ഞ് തന്റെ ഊഴം വന്നപ്പോൾ പൊന്നച്ചൻ റിസപ്ഷനിലെത്തി. മാലാഖ ചോദിച്ചു, എന്താണ് പേര്? പൊന്നച്ചൻ പേര് പറഞ്ഞു. ഇനി പറയൂ, നന്മ പ്രവർത്തികൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? പൊന്നച്ചൻ പറഞ്ഞു, അതൊക്കെ എന്റെ ഗൂഗിൾ ഡ്രൈവിലാണുള്ളത്. മാലാഖ പറഞ്ഞു, ഇവിടെ ഇന്റർനെറ്റ് ഇല്ല. പൊന്നച്ചൻ ആകെ പരിഭ്രാന്തനായി. അപ്പോൾ ഞാൻ സേവ് ചെയ്തതൊന്നും ഇവിടെ എടുക്കാൻ കഴിയില്ല അല്ലേ? മാലാഖ പറഞ്ഞു, സ്വർഗത്തിലെ ഡ്രൈവിൽ സേവ് ചെയ്തത് മാത്രമേ ഇവിടെ തുറന്നു നോക്കാനാവൂ. പൊന്നച്ചന്റെ നില പരിങ്ങലിലായി പോയി എന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ. ഈ ജീവിതം കഴിഞ്ഞാൽ അനശ്വരമായ മറ്റൊന്നും കൂടെ ഉണ്ട്. അതിലേക്കുള്ള ഉയർപ്പിന്റെ ആഘോഷമാണ് ഈസ്റ്റർ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഞാറപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മരണം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും. ആ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോവുകയായി. ദൈവസന്നിധിയിൽ ആത്മാവ് നിൽക്കുകയായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഒരു പ്രത്യേക സ്ഥലത്തും ഒരു പ്രത്യേക സമയത്ത് അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത അളക്കുന്നതിനെയാണ് അൾട്രാവയലറ്റ് ഇൻഡെക്സ് അഥവാ UV സൂചിക എന്ന് പറയുന്നത്. അപ്പോ എന്നെ പോലെ ഇത്തവണ ഇലക്ഷന് നിങ്ങൾ വിജിലന്റ് ആയിരിക്കണം. കൃത്യതയോടെ വ്യക്തതയോടെ എല്ലാവരും എന്റെ കൂടെ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് നമ്മുടെ അവകാശത്തെ വിനിയോഗിക്കണം. ഭൂമിയിലെ ഈ ജീവിതം കഴിഞ്ഞാലും മറ്റൊരു ജീവിതം ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ശരീരമുണ്ട്, ആത്മാവുണ്ട്. ആത്മാവ് എങ്ങോട്ട് പോകുന്നു? കല്ലറയിൽ അടക്കപ്പെടുന്ന ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? ഇനിയും ഒരു ജീവിതമുണ്ടെങ്കിൽ ഈ ശരീരവും ആത്മാവും വീണ്ടും ഒത്തുചേരുമോ? സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഏറ്റുപറയുന്ന നമുക്കും ക്രിസ്തുവിനെ പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്. അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ ഈസ്റ്റർ സന്ദേശത്തിലേക്ക് പുനരുത്ഥാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് 2026 ഏപ്രിൽ മാസം 5-ാം തീയതി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ, ഉയർപ്പ് പെരുന്നാൾ, ഖെംത ഞായറാഴ്ച. ഈ ദിവസം നമുക്ക് 1-2-3 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കാനുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗധേയം എന്താ? നമ്മളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ഇനിയുമുള്ള അവസ്ഥ എന്താണ്? ഈ ലോക ജീവിതം വിട്ടുകഴിഞ്ഞ് ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദർശനം അത് ഈ ലോകത്തിൽ മാത്രമുള്ളതാണോ? അതോ ഈ ലോകത്തിൽ നമ്മളുടെ ജീവിതം കഴിഞ്ഞ് പിന്നെന്താണ് സംഭവിക്കുക? അതിന് ശരി ഉത്തരം യേശുക്രിസ്തുവിലേക്ക് നോക്കണം. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലേക്ക് നോക്കണം. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിലേക്ക് നാം നോക്കണം. ഒന്നാമത്തെ പാഠം, മരണം ഒരു അവസാനമല്ല. ഈ ജീവിതം കഴിഞ്ഞിട്ട് വേറെ അത്യുദാത്തവും ഉത്കൃഷ്ടവുമായ അപ്രമേയമായ ഒരു സുന്ദരമായ ജീവിതത്തിലേക്ക് നമ്മൾ
ഉൾപ്രവേശിക്കുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയായി മരണത്തോടുകൂടെ എന്ന് നമ്മൾ പറയണം. അപ്പോൾ അങ്ങനെയെങ്കിൽ മരണം ഒരു അവസാനമല്ലെന്നും മരണം വഴിയായി നമ്മൾ ജീവിതത്തിൻ്റെ ഏറെ ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്ക് ഉൾപ്രവേശിക്കുകയാണെന്നും യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ദിവസം നമുക്ക് പ്രത്യേകം പഠിക്കുവാനുണ്ട്. രണ്ടാമത്, മരണം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും. ആ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോവുകയായി. ദൈവസന്നിധിയിൽ ആത്മാവ് നിൽക്കുകയായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിൽ ഗ്രഹിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, മരണത്തോടുകൂടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകും. പക്ഷെ ഈ ശരീരത്തിനെന്ത് സംഭവിക്കും? തീർച്ചയായും ശരീരം ശവക്കല്ലറയിൽ വെക്കും. ഈ ശരീരം മണ്ണോട് അലിഞ്ഞു ചേരും. അത്രയേ ഉള്ളൂ ശരീരത്തെ സംബന്ധിച്ച് പറയാൻ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തേക്ക് നോക്കി നമുക്ക് മരണം സംബന്ധിച്ച് മരണ സന്ദർഭം മുതൽ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഒരു കാര്യം നമുക്കറിയാം. കർത്താവ് ലാസറിൻ്റെ കല്ലറയിലേക്ക് ചെന്ന് ലാസറേ എന്ന് വിളിച്ചപ്പോൾ കല്ലറയിൽ നിക്ഷേപിക്കപ്പെട്ട് മണ്ണോട് ചേർന്ന ശരീരം പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ആത്മാവ് ശരീരത്തോട് ചേർന്ന് അവൻ ജീവനുള്ളവനായി കല്ലറ പൊളിച്ച് പുറത്തു വന്നല്ലോ. യായിറോസിൻ്റെ മകൾ മരിച്ച സന്ദർഭത്തിൽ ആ ഭവനത്തിലേക്ക് ചെന്ന് ബാലേ എന്ന് വിളിച്ചപ്പോൾ ഉറക്കത്തിൽ നിന്നതുപോലെ ബാല എഴുന്നേറ്റ് വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ തബീഥ എന്ന് വിളിക്കപ്പെടുന്ന സഭയുടെ ചരിത്രത്തിലെ ആദ്യ ശിഷ്യ എന്ന നാമത്തിന് അർഹയായ തബീഥ, അവൾ മരിച്ചു. ശവത്തിൻ്റെ നേരെ തിരിഞ്ഞ് പത്രോസ് തബീഥേ എന്ന് വിളിച്ചപ്പോൾ ഉറക്കത്തിൽ നിന്നതുപോലെ അവൾ ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ ശരീരത്തിന് എന്ത് സംഭവിക്കും? യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന സന്ദർഭത്തിലേക്ക് നാം നോക്കണം. കർത്താവ് മരിച്ചു ക്രൂശിൽ. 3-ാം ദിവസം ആ ശരീരം ആത്മാവോട് ചേർന്ന് ശരീരം തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം കാണുന്നു. അതിന് മുന്നോടി എന്നോണമാണ് തബീഥയുടെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും യായിറോസിൻ്റെ മകളുടെ ഉയർത്തെഴുന്നേൽപ്പും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ രണ്ടാമത്തെ വരവ്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് കാണിച്ചു തരുന്ന സംഭവങ്ങളാണ് വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ചെയ്ത കർത്താവ്, ഈ പുനരുദ്ധാനത്തിൻ്റെ പ്രസക്തി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒരുക്കുന്നതിനായി പ്രത്യേകമായി നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർക്കുന്ന ഞായർ, എല്ലാ വിശ്വാസികളായ പരേതരെയും ഓർക്കുന്ന ഞായർ, അതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ വലിയ സംഭവം ലാസറിൻ്റെ ശനിയാഴ്ച, ഓശാന പെരുന്നാളിൻ്റെ തൊട്ടു തലേ ദിവസം ശനിയാഴ്ച പ്രത്യേകമായി നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ
അറിയിപ്പിൻ്റെ ശനിയാഴ്ച എന്നാണ്, ദുഃഖ ശനിയാഴ്ച എന്നല്ല സഭ വിളിക്കുന്ന, അറിയിപ്പിൻ്റെ ശനിയാഴ്ച. എന്താ സംഭവിച്ചത്? വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച, ക്രൂശിൽ മരിച്ച കർത്താവ് ആത്മാവിൽ തടവിലായിരുന്ന ആത്മാക്കളോട് സംസാരിക്കുന്നതായി പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിലും അവരോട് സുവിശേഷം അറിയിച്ചതായി 4-ാം അധ്യായം 6-ാം വാക്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. 1 പത്രോസ് 3:19, 4:6. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ചിന്തകളെല്ലാം നമുക്ക് തന്നിട്ട് പറയുകയാണ്, യേശുക്രിസ്തു മരിച്ചു, ആ ആത്മാവ് കബറടക്കപ്പെട്ട ശരീരത്തോട് യോജിച്ച് തേജസ്കരിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തു 3-ാം ദിവസം. അതുപോലെ നമുക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. അതിനെന്താ തെളിവ്? ആ തെളിവാണ് നമ്മൾ ലാസറിൻ്റെ ഉയർപ്പും, യായിറോസിൻ്റെ മകളുടെ ഉയർപ്പും, തബീഥായുടെ ഉയർപ്പും ഒരു മാതൃകയായി നമ്മൾ കാണുകയാണ്. ഇത് നമ്മൾ പ്രത്യേകമായി സവിശേഷമായി ആഘോഷമാക്കുകയാണ്. നോമ്പ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള 2 ഞായറാഴ്ചകളിലും ഓശാന പെരുന്നാളിൻ്റെ തലേ ദിവസമായ ലാസറിനെ സ്മരിക്കുന്ന ദിവസവും, അതുപോലെ തന്നെ അറിയിപ്പിൻ്റെ ശനിയാഴ്ച എന്ന് വിളിക്കുന്ന ഉയർപ്പ് പെരുന്നാളിൻ്റെ തലേ ശനിയാഴ്ച ദിവസവും കുർബാന അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓർക്കുകയാണ്. ഇത് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കണം. ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ പ്രമാണം അല്ല, ശരിയായ പ്രമാണം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കും. യേശുക്രിസ്തു തന്നെ നമ്മളെ അത് പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. ജീവിതത്തെ സംബന്ധിച്ച് ശരിയായൊരു ദർശനം പുനരുത്ഥാന പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒരു പുതിയ ദർശനം അല്ല, സാക്ഷാത്തായ ദർശനം, ഒരു പുതിയ പ്രമാണം. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൻ്റെ ഉയർപ്പിനെ സ്മരിക്കുന്ന ആ സന്ദർഭം, ആ ശുശ്രൂഷ, കുരിശെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. അതിന് പ്രതിവാക്യമായി നാമം പറയുകയാണ്, അതെ, നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തു എന്ന് ഉറക്കെ പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് പുനരുദ്ധാനം ചെയ്തതുപോലെ ഞാനും കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിക്കും. എൻ്റെ ശരീരം, ഈ മണ്ണോട് ചേർന്ന ശരീരം പുനരുദ്ധരിക്കപ്പെട്ട് തേജസ്കരിച്ച് ആത്മാവിനോട് ചേർന്ന് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ അവരെ സ്വീകരിക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ടു. ഇതുമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളൊരു വലിയ പാഠം പഠിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നോക്കി പറയുകയാണ്, കർത്താവിൻ്റെ ആ ഭാഗധേയം, ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിനും എനിക്ക് ലഭിക്കുവാൻ ഞാൻ കാത്തിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ്. അത് കൊണ്ട് നമ്മളുടെ ജീവിതത്തെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ എനിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളുടെ ജീവിതത്തിന് ഒരു പുതിയ ദർശനവും ഒരു പുതിയ പ്രമാണവും നമുക്ക് തന്നെ ബോധ്യപ്പെട്ട് അതിൻ പ്രകാരം നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അത് നമ്മളുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റുകയാണ്. നമ്മളുടെ ഭാഗധേയം എന്താണ്? ആത്മാവ്, ശരീരം, ആത്യന്തികമായി ഇതിനെന്ത് സംഭവിക്കും? ഇതെല്ലാം പുനരുദ്ധാനം ചെയ്ത കർത്താവിൽ നിന്ന് അവനെ നോക്കി നമ്മൾ ഉൾക്കൊള്ളുന്നു, സ്വാംശീകരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.
വോട്ടർമാരെ, ഞാനാണ് മഞ്ചാടി. ഇത്തവണത്തെ ഇലക്ഷന് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഇത്തവണ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കൂടിയാണ് ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കാൻ എന്നെ തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ണും കാതും കൂർപ്പിച്ചാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അത് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇത്തവണ ഇലക്ഷന് നിങ്ങൾ വിജിലന്റ് ആയിരിക്കണം. കൃത്യതയോടെ വ്യക്തതയോടെ എല്ലാവരും എന്റെ കൂടെ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് നമ്മുടെ അവകാശത്തെ വിനിയോഗിക്കണം. കൂട്ടുകാരെ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ് അല്ലേ? പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതിയാൽ ശക്തമായ ചൂടാണ് വെയിലിൻ്റെത്. പ്രത്യേകിച്ചും ഉച്ച സമയം. കൂടുതൽ വെള്ളം കുടിക്കാനും വെയിൽ കൊള്ളരുത് എന്നും ഒക്കെ പ്രത്യേകം ഉപദേശമാണ്. എന്താണ് കാര്യം? UV ഇൻഡെക്സ് കൂടുതലാണ് അത്രയും. എന്താണ് ഈ UV ഇൻഡെക്സ്? അത് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? കരുതലോടെ ഇരിക്കാം ഈ വേനൽക്കാലം. നമസ്കാരം. കേരളത്തിലെ പ്രശസ്ത ഹിൽ സ്റ്റേഷനായ മൂന്നാർ ഇപ്പോൾ പുതിയ ഒരു ആരോഗ്യ ഭീഷണിയുമായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. അവിടെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് അഥവാ UV സൂചിക വളരെ ഉയർന്നതായി രേഖപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് അൾട്രാവയലറ്റ് ഇൻഡെക്സ് അഥവാ UV സൂചിക? ഒരു പ്രത്യേക സ്ഥലത്തും ഒരു പ്രത്യേക സമയത്ത് അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത അളക്കുന്നതിനെയാണ് അൾട്രാവയലറ്റ് ഇൻഡെക്സ് അഥവാ UV സൂചിക എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് ഇൻഡെക്സ് സാധാരണയായി കൂടുതലായി കാണപ്പെടുന്നത് രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ്. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എങ്കിലും നമ്മളുടെ ശരീരത്തിൽ അത് 45 ഡിഗ്രി സെൽഷ്യസ് പോലെ തോന്നുകയും ശരീരത്തിൽ നിന്നും ധാരാളം ജലാംശം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ 6 മുതൽ 7 വരെയാണ് എങ്കിൽ 6 മുതൽ 7 വരെ തീവ്രത കാണിക്കുന്നുവെങ്കിൽ അതിനെ UV ഇൻഡെക്സ് മഞ്ഞ അലേർട്ട് എന്നും, 8 മുതൽ 10 വരെയാണെങ്കിൽ ഓറഞ്ച് അലേർട്ട് എന്നും, 11ന് മുകളിലോട്ടാണെങ്കിൽ റെഡ് അലേർട്ട് എന്നും അറിയപ്പെടുന്നു. അതിനാൽ അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത കൂടുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായി സാധ്യതയുണ്ട്. എന്തെല്ലാമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നു. അത് കാരണം നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. ഇത് കൂടാതെ ചർമ്മം കരിയുകയും അത് സൺബേൺ എന്ന അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുപോലെ സൺസ്ട്രോക്ക് അഥവാ ചുടുബാധ, ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ തലചുറ്റൽ, കണ്ണിന് ഡ്രൈനസ് ഉണ്ടായിട്ട് കണ്ണു രോഗങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടം മൂലം ഉണ്ടാകുന്ന നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് കൂടുതലായിട്ട് എന്താണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്നുള്ളത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശവും അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ആയ സോഡിയം, പൊട്ടാസ്യം എന്നിവ കുറയുന്നതിനെയാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ? നമ്മുടെ ശരീരത്തിലെ ജലം നമ്മുടെ കോശപ്രവർത്തനത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യ നീക്കത്തിന്, ദഹന പ്രക്രിയയ്ക്ക്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൺട്രോൾ അഥവാ താപനില നിയന്ത്രിക്കുന്നതിന് ജലാംശം വളരെയധികം അത്യാവശ്യമാണ്. ഇനിയും നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ വെള്ളം കുറച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം ഉണ്ടാകാം. അതുപോലെ തന്നെ അമിത ചൂട്, അധികമായ വേർപ്പ്, അതുപോലെ ചില രോഗങ്ങൾ മൂലം നമുക്കുണ്ടാകുന്ന ഛർദി, വയറിളക്കം, പനി, അതുപോലെ തന്നെ മൂത്രം കൂടുതലായി പോകുന്ന അസുഖങ്ങളും അതുപോലെ മരുന്നുകൾ, ഇവയെല്ലാം മൂലം നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയും നിർജ്ജലീകരണം ഏതെല്ലാം തരത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 തരത്തിലാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഉള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിലുള്ള ജലാംശമാണ് ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. മോഡറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ശരീരത്തിൽ ലക്ഷണങ്ങൾ, അതായത് നമുക്ക് ശരീരത്തിൽ വെള്ളം കുറയുന്നതിൻ്റെ അല്ലെങ്കിൽ ജലാംശം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അത് ജീവന് തന്നെ അപകടകരമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ഇനിയും എന്തൊക്കെ ലക്ഷണങ്ങളാണ്
നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി നമുക്ക് ദാഹമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിതമായ വിയർപ്പ് പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഹൃദയമിടിപ്പ് കൂടാനും അതുപോലെ മൂത്രം കുറയാനും ഇടയാകുന്നു. ഇത് കൂടാതെ വേറെ ലക്ഷണങ്ങൾ കണ്ണ് കുഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ സൺബേൺസ്, സൺസ്ട്രോക്ക്, ചൂടുബാധ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടും. ശരീരക്ഷീണവും തലചുറ്റലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയും നിർജ്ജലീകരണം കൊണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടല്ലോ. ഇനിയും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ അഥവാ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, അതുപോലെ പോഷകാഹാരങ്ങൾ എന്തെല്ലാം നമ്മൾ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാം. എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് അഥവാ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ സ്വീകരിക്കണം? പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ധാരാളമായി വെള്ളം കുടിക്കുക. ദിവസവും ഒരു 2-3 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ 200 മുതൽ 250 ml വെള്ളമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികളും മുതിർന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. അതുപോലെ ചൂട് സമയത്ത് പുറത്ത് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പോവുകയാണെങ്കിൽ അതുപോലെ സിൻ പ്രൊട്ടക്റ്റീവ് ക്രീംസും അതുപോലെ കുട, തൊപ്പി ഇവയെല്ലാം കരുതാനായിട്ട് ശ്രമിക്കുക. കുട്ടികളും മുതിർന്നവരും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. പ്രധാനമായും ദ്രവരൂപത്തിലുള്ള, അതായത് തേങ്ങാവെള്ളം, കരിക്കിൻ വെള്ളം, കഞ്ഞിവെള്ളം, മോരുവെള്ളം, അതുപോലെ നാരങ്ങാവെള്ളം, ഉപ്പും ഗ്ലൂക്കോസും എല്ലാം ധാരാളമായി നമുക്ക് ലഭിക്കുന്നു. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ, അതുപോലെ പ്രായമായവർ, കാലാവസ്ഥ അനുസരിച്ച്, അതുപോലെ നമ്മളുടെ ജോലി ക്രമം അനുസരിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനും വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തേണ്ടതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ചൂടുകാലത്ത് നമ്മൾ ഈ UV രശ്മികളുടെ എക്സ്പോഷർ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ സൈലന്റ് ഡീഹൈഡ്രേഷൻ അഥവാ നിശബ്ദ നിർജ്ജലീകരണത്തിലേക്ക് പോകാതിരിക്കുവാനും സൺ എക്സ്പോഷേഴ്സ് കഴിവതും കുറയ്ക്കുവാനായിട്ടും ശ്രമിക്കുക. അതിനാൽ വെള്ളം കുടിക്കുക, ചൂടൊഴിവാക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. ഇനിയും ഒരിക്കൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ക്വസ്റ്റ്യൻ ടൈം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം, പിന്നെ അതിന്റെ ഉത്തരം. പീലാത്തോസിന്റെ ഭാര്യയുടെ പേരെന്താണ്? ക്ലോഡിയ പ്രക്യൂള. എല്ലാ കൂട്ടുകാരുടെയും ഉത്തരമൊക്കെ ശരിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. UV ഇൻഡെക്സ് റേഷ്യോ ഏറ്റവും കൂടുതലായി കാണുന്ന സമയം ഏതാണ്? പ്രിയമുള്ള കൂട്ടുകാരെ, ഈ എപ്പിസോഡ് ശ്രദ്ധിച്ച് കേട്ടാൽ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എളുപ്പം കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ ടീം ലീഡേഴ്സിന് ഇന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചു കൊടുക്കുക. ഞായർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ TVയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.